കട്ടൻ്റെ കൂടെ നമുക്കിന്നൊരു അടിപൊളി മസ്ക ബണ്ണിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ 2 സാധാ നോർമൽ ബണ്ണ് എടുക്കുന്നുണ്ട്. ബണ്ണെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു ക്രീമി ഉണ്ടാക്കണം. അപ്പോൾ ആ ക്രീമിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ ബട്ടർ എടുക്കുന്നുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ നല്ല ബട്ടർ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ നല്ലൊരു ബട്ടർ തന്നെയാണ്. പിന്നെ ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയതുകൊണ്ട് ഇച്ചിരി ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പാടുണ്ടായി. അത് തന്നെ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഫ്ലോപ്പായി പോയി. പിന്നെ ഞാനത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തു. എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഷുഗർ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല തിക്കിയായിട്ട് ക്രീമി ആയിട്ട് കിട്ടും. പിന്നെ വാനില എസൻസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല. ഇനി നമുക്ക് ഈ ക്രീമൊന്ന് നമ്മുടെ ബണ്ണിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അടുത്ത ബണ്ണും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് വെച്ചിട്ട് ഇങ്ങനെ